ലൊക്കേഷൻ മാപ്പ് നോക്ക്. ചേച്ചി ഇങ്ങനെ ബഹളം വെക്കാതിരിക്ക. ഈ ചേട്ടൻ നമ്മള് കറക്റ്റ് ആയിട്ട് കൊണ്ടുപോക്കോളും. അത് പിന്നെ ഇയാൾ ആളത്ര ശരിയൊന്നുമല്ല. ഞാൻ ബഹളം വെച്ചതുകൊണ്ടേ ഇയാൾ നേരായ വഴിയിൽ കയറി കാണും. ഇതിനെ ഇതിന്റെ ഭർത്താവ് എങ്ങനെ സഹിക്കുന്നു മകളെ? ഇവളുടെ കല്യാണം കഴിഞ്ഞിട്ടല്ല നീയ. ചേച്ചി നിൽക്കുമ്പോഴാ അനിയത്തിക്ക് നല്ലൊരു ആലോചന വന്നത്. അതങ്ങ് നടത്തി കൊടുക്കാമെന്ന് വെച്ചു. ഏതോ നിർഭാഗ്യവാനായ ചെറുപ്പക്കാരൻ എവിടെയോ കാത്തിരിപ്പുണ്ട്. ഓരോ യോഗം. ഇയാൾ എന്നെ കെട്ടണ്ട. യോ ഓ, ഒന്നുകൊണ്ട് തുലാഭാരം തൂക്കാന്ന് പറഞ്ഞാലും എനിക്ക് വേണ്ടേ. ഇയാൾ എന്റെ കല്യാണത്തിന്റെ ബ്രോക്കറൊന്നും ആവണ്ട. ഡ്രൈവറുടെ ജോലി ചെയ്താൽ മതി. കോടീശ്വരനായ എന്നെ ഡ്രൈവർ എന്ന് വിളിക്കരുത്. എന്നെ കോടീശ്വരന്മാര് രാവിലെ കാറും എടുത്ത് ഓട്ടത്തിന് ഇറങ്ങല്ലേ? ചുമ്മാ തള്ളാതെ പോടും. മഹാ അഹങ്കാരിയാണെങ്കിലും ബുദ്ധിമതിയാ. ഞാനൊരു തള്ളിസ്റ്റാണെന്ന് പെട്ടെന്ന് തന്നെ കണ്ടുപിടിച്ചു. വെരി ഇന്റലിജന്റ്. ഹേ ഭഗവാൻ, കീർത്തിയും കുടുംബത്തെ കാണുന്നില്ലല്ലോ. അവരൊന്ന് വിളിച്ചു നോക്കിയാലോ? ഇടുക്കികള് വരാതെ ശാദി മുടങ്ങട്ടെ. അപ്പൊ ബയ്യക്ക് മിഥുൻ ബേട്ടയെ കുറ്റപ്പെടുത്താൻ പറ്റില്ലല്ലോ. അരേ ഭഗവാൻ, മേരി പ്രാർത്ഥന സുനിയേ. സുനിയേനാ? प्रार्थना सुनी नहीं. ഇതിൻ ബേട്ടാ എടുക്കിയോയി. പ്ലാൻ ഒന്ന് പാളി. അളിയനെ ഓർത്ത് നമ്മൾ ഇവരോട് മാന്യമായി പെരുമാറണം. വെറുതെ പ്രശ്നം ഉണ്ടാക്കരുത്. യാത്രയൊക്കെ സുഖമായിരുന്നല്ലേ? ഇതാണ് മിഥുന്റെ അച്ഛൻ, സദാശിവൻ. ഞാൻ ഗോപകുമാർ, കീർത്തിയുടെ അച്ഛനാ. ഇത് മിഥുന്റെ അമ്മ. അതെ, ഒരുപാട് കേട്ടിട്ടുണ്ട് ഞാൻ. എന്റെ മോളെ കല്യാണം കഴിക്കുന്നതോടെ ഭാഗ്യം തെളിഞ്ഞ് മുഖ്യമന്ത്രി വരെ ആവും. നിങ്ങളൊക്കെ സംസാരിക്കേ, എനിക്കിത്തിരി തിരക്കുണ്ട്. അർജുൻ, എന്തൊരു വേഷാണ് ഇത്? അല്ല, നീയാണോ ഇന്നത്തെ കല്യാണ ചിക്കൻ? കല്യാണം കൂടുമ്പോ അതിന് പറ്റിയ വേഷം തന്നെ വേണമല്ലോ. ഇത് മാത്രമല്ല, റിസപ്ഷൻ ഇടാൻ വേറെ ഡ്രസ്സും ഞാൻ കരുതിയിട്ടുണ്ട്. വിളിക്കാത്ത കല്യാണാണെങ്കിലും ആർഭാട് ഒട്ടും കുറച്ചിട്ടില്ലല്ലേ? ഞാൻ ഇവളെ കൊണ്ട് ക്ഷേത്രത്തിൽ തൊഴുതിട്ട് വരാം. എന്താ നമുക്ക് അങ്ങോട്ടിരിക്കാം. വരും. अरे भगवान, सब दरिद्रवासी लोग എന്നോട് എന്ത് നീ ചതി ചെയ്തു?
ഇവളുടെ വിവാഹം ഇങ്ങനെയൊന്നും നടക്കാനല്ല ഞാൻ ആഗ്രഹിച്ചത്.